കർണാടകത്തിലേക്ക് പ്രവേശിക്കാൻ കോവിഡ് നെഗറ്റീവ് ഫലം നിർബന്ധമാക്കിയതോടെ പ്രതിസന്ധിയിലായി ജില്ലയിലെ ഇഞ്ചി കർഷകരും തൊഴിലാളികളും. ഇഞ്ചി വിളവെടുപ്പ് സമയത്ത് തൊഴിലാളികൾക്ക് കർണാടകയിലെ കൃഷിസ്ഥലങ്ങളിൽ എത്തിപ്പെടാനാവാത്തതാണ് വിനയായിരിക്കുന്നത്. നിലവിലെ പ്രതിസന്ധി തൊഴിൽ ക്ഷാമത്തിനും കാരണമാകും. കർണാടകയിലേക്ക് പ്രവേശിക്കാൻ 72 മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് RT-PCR നെഗറ്റീവ് ഫലം വേണമെന്ന കർണാടക സർക്കാരിന്റെ ഉത്തരവാണ് ഇഞ്ചി മേഖലയിലെ കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. കർണാടകയിൽ ഇഞ്ചി കൃഷി ചെയ്ത കർഷകർക്ക് വിളവെടുപ്പ് സമയത്ത് തൊഴിലാളികളെ എളുപ്പത്തിൽ അവിടെ എത്തിക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധി തീർക്കുന്നത്. ഈ വർഷം വിലയിടിവ് കർഷകരെ കടക്കണിയിലാക്കുമ്പോഴാണ് നിലവിലെ നിയമവും ഇരുട്ടടിയാകുന്നത്. ദിനംപ്രതി തൊഴിലാളികളെ എത്തിച്ച് മടങ്ങിവരുന്നവർക്കാണ് ഈ നിയന്ത്രണം ഏറെ ദുരിതം തീർക്കുന്നത്. നിത്യേന നൂറുകണക്കിന് ലോഡ് ഇഞ്ചിയാണ് കർണാടകയിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് കയറിപ്പോയിരുന്നത്. തൊഴിലാളി ക്ഷാമവുമായതോടെ ഇതും നിലച്ചിരിക്കുകയാണ്. ഒന്നാമത് ഈ സാധനത്തിന് വിലയില്ലാതെയായി, രണ്ടാമത് ഇപ്പോൾ ഈ അവസ്ഥയും കൂടി വന്നോട് കൂടിയിട്ട് അങ്ങോട്ട് പോകാനും പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കുകയാണ്. ഇവിടുത്തെ ഇഞ്ചിക്കാണെങ്കിൽ ആർക്കും വേണ്ടതിനോ ഇവിടുന്ന് ആരും കയറ്റുന്നുമില്ല. അപ്പോൾ ഭയങ്കര ഒരു പ്രതിസന്ധിയിലാണ്. പണിയൊന്നുമില്ല, ഇവർക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര ദുരിതമായൊരു നടപടിയാണ്. ഇതിന് എത്രയും പെട്ടെന്ന് അധികാരികൾ ഒരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇത് വലിയൊരു രൂക്ഷമായിട്ട് മാറും. അതാണ് പുതിയ നിയന്ത്രണം കർഷകർക്ക് ദുരിതമാകുന്നതിനൊപ്പം തൊഴിലാളികൾക്ക് തൊഴിലില്ലായ്മയും സൃഷ്ടിക്കുകയാണ്. വയനാട് വിഷൻ, ബത്തേരി.